എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്കേർട്ടാണ് തയ്ക്കുന്നത്. ധാവണിക്ക് ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു സ്കേർട്ടാണ്. പൊക്കം കുറഞ്ഞ ഒരു കുട്ടിയാണ്. ഇതിന് 4 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. 36 ഇഞ്ച് ഇറക്കമുള്ള ഒരു കൊച്ചിൻ്റെയാണ്. ബോഡിയിൽ നിന്നെടുത്ത ആ ഇറക്കം അതേപടി പറഞ്ഞതാണ്. അതിനുശേഷം തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അത് വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ മടക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 8 മടക്ക് ഇത് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വണ്ണം 27 ഇഞ്ചാണ് ഇതിൻ്റെ മുകൾ വണ്ണം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 29 ഇഞ്ച് നമുക്ക് കിട്ടണം. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് 30 ഇഞ്ചാണ് ഇതിന് നമ്മൾ മുകൾ വണ്ണം അരവണ്ണം എടുക്കേണ്ടത്. 30 ഇഞ്ച് കിട്ടുമ്പോൾ നമ്മളിത് കൂടുതലൊന്നും കണക്ക് കൂട്ടണ്ട. ആ 30 ഇഞ്ചിലേക്ക് ടേപ്പ് ഇതുപോലെ വെച്ച് മടക്കി വീണ്ടും ഇതുപോലെ മടക്കി. ഇപ്പം 4 മടക്ക് വന്നിട്ടുണ്ട്. അത് ഒന്നോടെ മടക്കണം. ഒന്നോടെ മടക്കി ഇതുപോലെ വരും. ആ ടേപ്പ് ഈ ഡ്രസ്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നേരെ ഒരു മുകൾ ഭാഗത്തെ വണ്ണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ വരച്ചാൽ മതി. ഇപ്പോൾ മുകൾ ഭാഗത്തെ വണ്ണം ഇത് കണ്ടോ, എല്ലാ വശത്തും ഒരുപോലെ വരുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് മാറ്റേണ്ടിയൊന്നും വരികയില്ല, അത് അവിടെ തന്നെയാണ് ഉണ്ടോ. അതുപോലെ വരുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അഥവാ ഇനി വെട്ടിക്കഴിയുമ്പോൾ അല്പസ്വല്പം വണ്ണം കൂടുതലുണ്ടെങ്കിൽ 2 സൈഡും ഒരുപോലെ അടിച്ച് കുറച്ചാൽ മതി. 36 ഇഞ്ച് ഇറക്കമാണ് ഈ സ്കേർട്ടിന് വേണ്ടത്. ഇത് 36 ഇഞ്ച് ഇറക്കം കിട്ടാനായിട്ട് ഒരു 35 ഇഞ്ച് വെച്ച് നമുക്ക് അടയാളപ്പെടുത്താം. 2 ഇഞ്ച് പടി നമുക്ക് എക്സ്ട്രാ വരും. അപ്പോൾ 35 ഇഞ്ച് വെച്ച് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അരവണ്ണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഇപ്പോൾ കണ്ടോ, 2 പീസ് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അടിവശത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മുകൾ വശം കട്ട് ചെയ്യുന്നതിൻ്റെ ആ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ കട്ടിടണം. നടുഭാഗം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടിവശത്ത് ചെറിയൊരു പീസ് സെപ്പറേറ്റ് യോജിപ്പിച്ച് കൊടുക്കണം. അതിന് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം ഷേപ്പ് വെച്ചിട്ട് വെട്ടിക്കൊടുത്താൽ മതി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഈ ഭാഗം അടിവശത്തെ ആ പീസിനൊപ്പം തന്നെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. മുകൾ വശം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 30 ഇഞ്ചാണ് കിട്ടേണ്ടത്. ഈ ക്രോസ് ആയതുകൊണ്ട് ചിലപ്പോൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഇച്ചിരി വലിവ് വരാൻ സാധ്യതയുണ്ട്. എന്ന് നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. ഇത് അളന്ന് വരുമ്പോൾ സൈഡിൽ സ്വല്പം കൂടുതൽ വരുന്നുണ്ട്. ആ സൈഡ് അങ്ങ് ചെരിച്ച് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. ഇനി മുകളിലത്തെ പടിയാണ് വെട്ടുന്നത്. 5 ഇഞ്ച് വീതിക്കാണ് പടി വെട്ടുന്നത്. 2 ഇഞ്ച് കിട്ടിയാൽ മതി. 2 2 4, 2 വശത്തോട്ട് 4 പോയി 1/2 ഇഞ്ച് വീതം മടക്കി അടിക്കാനും കൂടെ കൂട്ടിയാണ് 5 ഇഞ്ച് വീതിയിൽ പടി വെട്ടിയെടുക്കുന്നത്. ഇനി ലൈനിങ് വെട്ടിയെടുക്കാം. ലൈനിങ് വെട്ടാനായിട്ട് നമ്മൾ മെയിൻ പീസിൻ്റെ ആ വെട്ടിക്കളഞ്ഞ ഭാഗം, സാധാരണ എല്ലാവരും ആദ്യം ലൈനിങ് വെട്ടിയിട്ടാണ് മെയിൻ പീസ് വെട്ടുന്നത്. പക്ഷേ ഞാനിത് തിരിച്ചാണ് വെട്ടിയത്. അപ്പോൾ ഇങ്ങനെ വെട്ടി എടുക്കുമ്പോഴേ ആ വെട്ടിയ ഭാഗം, അത് ലൈനിങ് പീസിൻ്റെ ആണെങ്കിലും നല്ല പീസിൻ്റെ ആണെങ്കിലും ആ മുകൾ ഭാഗം വെട്ടിയെടുത്ത പീസ് അതേപടി ആ ചെറിയ ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുത്താൽ മതി. അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വെട്ടിയെടുത്താൽ മതി. ഇതും അതുപോലെ തന്നെ ലൈനിങ് പീസിൻ്റെ അടിഭാഗത്ത് വേറെ പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മെയിൻ പീസിനേക്കാൾ ഒരു 2 ഇഞ്ച് ഇറക്കം കുറച്ച് അടിപ്പീസ് വെട്ടിയെടുത്താൽ മതി. ലൈനിങ് പീസ് വെട്ടിയെടുത്താൽ മതി. അങ്ങനെ ലൈനിങ് പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇറക്കം കൂട്ടാനായിട്ട് നമ്മൾ അടിയിൽ ഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത ആ കഷ്ണമാണ് ഇപ്പോൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പീസിനും നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം.
ഇത് പുറം കാണി അടിക്കേണ്ട, അകത്ത് തന്നെ അടിച്ച് യോജിപ്പിച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ അത് കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ വരും. അപ്പം ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 മെയിൻ പീസായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഞാൻ മെയിൻ പീസ് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു സൈഡ് മാത്രം നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ലൈനിങ്ങും അതുപോലെ തന്നെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ലൈനിങ് നമ്മൾ ഈ മെയിൻ പീസിലേക്ക് ചേർത്ത് വെച്ച് മുകൾ വശം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മെയിൻ പീസും ലൈനിങ് പീസും കൂടെ മുകൾ ഭാഗം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അളവ് അരവണ്ണം കറക്റ്റായിട്ട് 29 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം കൂടുതലുണ്ടെങ്കിൽ സൈഡ് ഒരു സ്വല്പം ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി. അതിനുശേഷം ഇതുപോലെ സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. 2 വശവും ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം. കുറച്ച് ഭാഗം മാത്രം, ഇത് കണ്ടോ, ഒരു ശകലമേ ഉള്ളൂ. ഇത്രയും വരെ ഇങ്ങനെ നമ്മൾ ചെരിച്ച് മടക്കി അടിച്ച് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ സിബ് വെക്കുന്നവരൊക്കെ ഉണ്ട്, സിബ് വെച്ച് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇത് പടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പടി വയ്ക്കാനുള്ള രീതിയിലാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. പിന്നെ പടി വെച്ചതിന് ശേഷം പടിക്കകത്ത് വള്ളി ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇതിനകത്ത് ഈ പടിക്ക് കട്ടി കിട്ടാനായിട്ട് ഒരു ചെറിയ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് 29.5 ഇഞ്ച് വരുന്ന രീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആ പാവാടയുടെ വണ്ണത്തിന് വെക്കാനുള്ളതാണ്. ഇതുപോലെ നല്ല പീസ് വെക്കുന്നതിൻ്റെ അകത്ത് ഈ ഭാഗം ചേർത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. വക്രമൊക്കെ വെച്ച് കൊടുത്ത് കട്ടി വയ്ക്കുന്നവരുണ്ട്. ഇതങ്ങനെ അല്ലാതെ സെപ്പറേറ്റ് ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് തയ്ച്ച് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് മുകൾ വണ്ണം ഉണ്ട്. ഇനി ഈ സൈഡ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അകത്തേക്ക് വീണ്ടും ഒന്നോടെ മടക്കിയാണ് ചെയ്യുന്നത്. അപ്പം അകത്തേക്ക് മടക്കി രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇങ്ങനെ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം സൈഡ് 2 ഇഞ്ച് പടി കറക്റ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അതിന് ശേഷം മടക്കുകയാണെങ്കിൽ സാധാരണ തയ്ക്കുന്നവർക്കൊക്കെ എളുപ്പമുണ്ട്. ഇത് നല്ല വശം പുറത്ത് വെച്ച്, എനിക്ക് ഓരോരുത്തർക്കും ഓരോ വശമാണ്, തിരിച്ച് വേണമെങ്കിലും വെച്ച് അടിക്കാവുന്നതാണ്. ഇത് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്താണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഈ പുറത്തുള്ള അടിപ്പ് നല്ല കറക്റ്റായിട്ട് ഇരിക്കും. അഥവാ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അതകത്തേക്ക് പോകും. മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു അടിപ്പും കൂടെ കൊടുത്താൽ ഇതിനകത്ത് കൂടി നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. കൊളുത്ത് വെച്ചാലും വിട്ടു പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വള്ളി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അടിഭാഗത്ത് ഒരടിപ്പും കൂടെ അതിനോട് ചേർത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. സൈഡ് വശം യോജിപ്പിച്ച് എടുത്തതിന് ശേഷം 2 അടിപ്പ് അടിച്ചു കൊടുക്കണം. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ വണ്ണം ഒന്ന് നോക്കാം. കണ്ടോ, മുകൾ വണ്ണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 29 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടിവശം ആദ്യം ഇതുപോലെ ഒരു മടക്ക് മടക്കി വെച്ച് മുഴുവനും അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ച് എടുക്കുമ്പോഴാണെങ്കിൽ ചുരുക്കുകളൊന്നും വീഴാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. 2 മടക്ക് വെച്ച് അടിക്കുന്നത് എങ്കിൽ നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടത്തില്ല. കയറി ഇറങ്ങി ചുളിവുമൊക്കെ വരും. ഇത് ഒരു ട്രിപ്പ് ഇതുപോലെ മൊത്തം വട്ടത്തിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഒന്നോടെ രണ്ടാമത് വെച്ച് അടിക്കുകയാണെങ്കിൽ അടിക്കുന്നത് നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സാധാ മെഷീനിലാണെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ചൂണ്ടനൂല് വെച്ച് തയ്ക്കാവുന്നതാണ്.
അങ്ങനെ തയ്ക്കുവാണെങ്കിൽ നല്ലപോലെ വിടർന്ന് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല കനമുള്ള തുണിയായതുകൊണ്ട് തീരെ ഒഴുകി കിടക്കുകയൊന്നുമില്ല. അങ്ങനെ ഒരു ലെയർ അങ്ങനെ മൊത്തം അടിച്ചു. വീണ്ടും ഇത് രണ്ടാമത് ഒന്നുകൂടെ മടക്കി വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടി തന്നെ അടിക്കുകയാണ്. ഇതും ഇങ്ങനെ മൊത്തം ഫുള്ളായിട്ട് അടിച്ച് എടുക്കണം. അതുകൊണ്ട് നല്ല വിരിവിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വള്ളിയും വെച്ചിട്ടുണ്ട്, അതോടൊപ്പം കൊളുത്തും വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.